നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങാടി തോറ്റതിന് അമ്മയോടെന്ന് പറഞ്ഞതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്യാത്ത അയോധ്യയിലെ ജനങ്ങൾക്കെതിരെ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു ഹിന്ദുത്വവാദി. അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ BJP പരാജയപ്പെട്ടതിന് പിന്നാലെ മുസ്ലിം വേഷത്തിലെത്തി ഹിന്ദുക്കളെ അധിക്ഷേപിച്ചാണ് ഇയാൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശുകാരനായ ധീരേന്ദ്ര രാഘവ് എന്നയാളാണ് അറസ്റ്റിലായത്. ന്യൂ ആഗ്ര പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മതസൗഹാർദ്ദം തകർക്കുക, വിദ്വേഷ പ്രചരണം തുടങ്ങിയ കുറ്റങ്ങൾ ചാർത്തിയാണ് അറസ്റ്റ്. കഴിഞ്ഞ ദിവസമാണ് വീഡിയോ സന്ദേശത്തിലൂടെ ഇയാൾ ഹിന്ദുക്കളെ അധിക്ഷേപിച്ചത്. മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന തൊപ്പിയടക്കം ഇയാൾ ധരിച്ചിരുന്നു. രാമക്ഷേത്രം നിർമ്മിച്ചു നൽകിയിട്ടും BJPയെ ജയിപ്പിക്കാത്ത അയോധ്യയിലെ ഹിന്ദു വോട്ടർമാർക്കെതിരെ വളരെ മോശം പരാമർശങ്ങളാണ് ഇദ്ദേഹം നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ അനുഗ്രഹങ്ങളെ മറന്ന ജനങ്ങളെ അദ്ദേഹം ഇരട്ടമുഖമുള്ളവരായാണ് വിശേഷിപ്പിച്ചത്. രാഹുൽ ഗാന്ധി അധികാരത്തിലെത്തിയിരുന്നെങ്കിൽ മുസ്ലിങ്ങൾക്ക് സംവരണം നൽകുമായിരുന്നുവെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരു നേതാവ് നമുക്കായി പള്ളി പണിതിരുന്നുവെങ്കിൽ നമ്മൾ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന് വോട്ട് ചെയ്യും. പക്ഷെ നിങ്ങൾക്കായി രാമക്ഷേത്രം നിർമ്മിച്ചിട്ടും മോദിക്ക് നിങ്ങൾ വോട്ട് ചെയ്തില്ലെന്നും ധീരേന്ദ്ര രാഘവ് പറയുന്നു. നേരത്തെ ഇയാൾ BJPയെ അനുകൂലിച്ച് നിരവധി പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫൈസാബാദിലെ തോൽവിക്ക് പിന്നാലെ ഹിന്ദുക്കളെ അധിക്ഷേപിച്ച് ഇത്തരത്തിൽ നിരവധി പേരാണ് രംഗത്ത് വന്നിട്ടുള്ളത്. രാജസ്ഥാനിൽ നിന്നുള്ള പ്രമുഖ യൂട്യൂബറും BJP പ്രവർത്തകനുമായ പവൻ സാഹുവും അയോധ്യയിലെ ഹിന്ദുക്കളെ അധിക്ഷേപിച്ചതായി പരാതിയുണ്ട്. മറ്റു ഹിന്ദുക്കളെ എതിർക്കുന്ന ഹിജടകളാണ് അയോധ്യയിൽ ഉള്ളതെന്ന് അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഹിന്ദുക്കളായിരുന്നിട്ടും നിങ്ങൾ ഹിന്ദുക്കളെ എതിർത്തു. 2 രൂപ മാത്രം വിലയുള്ള ഹിന്ദുക്കളായ നിങ്ങൾ എങ്ങനെ ജീവിതവും ധർമ്മവും സംരക്ഷിക്കണമെന്ന് സിഖുകാരിൽ നിന്നും മുസ്ലിങ്ങളിൽ നിന്നും പഠിക്കണം എന്നും അദ്ദേഹം പറയുന്നു. ഒരു സംഘർഷം എപ്പോൾ വേണമെങ്കിലും അവിടെ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യത ഏറെയാണ് എന്നുള്ളതാണ് വസ്തുത. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ പ്രചരണ വിഷയമായിരുന്നു ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് നിർമ്മിച്ച രാമക്ഷേത്രം. നിർമ്മാണം പൂർത്തിയാക്കും മുൻപ് തന്നെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുകയും അത് രാജ്യമെങ്ങും വലിയ ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലും രാമക്ഷേത്രം ഉയർത്തിക്കാട്ടി BJP നേതാക്കൾ വോട്ടു തേടി. ഇതോടൊപ്പം പ്രതിപക്ഷത്തിന് നേരെ വിദ്വേഷ പ്രചരണം നടത്താനും രാമക്ഷേത്രത്തെ ഉപയോഗിച്ചു. കോൺഗ്രസും SP-യും അധികാരത്തിലെത്തിയാൽ ബുൾഡോസർ കയറ്റി രാമക്ഷേത്രം തകർക്കുമെന്ന് വരെ മോദി പ്രസംഗിച്ചു. എന്നാൽ രാമക്ഷേത്രവും മോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങളുമെല്ലാം ഫൈസാബാദ് മണ്ഡലത്തിൽ BJPയെ തുണച്ചില്ല.